നിയമം അട്ടിമറിച്ച് ക്രിമിനലുകൾക്ക് കാവലിരുന്ന എം.ആർ. അജിത് കുമാർ എന്ന ADGPക്ക് രക്ഷയില്ല. കാരണം പൂട്ടിയത് ഷൗക്കത്ത് അലി IPS ആണ്. ഇനി എത്ര ഉന്നതർ വിചാരിച്ചാലും തുറക്കാൻ കഴിയില്ല എന്നുള്ള സൂചനയാണ് പുറത്തു വന്നിരിക്കുന്നത്. അജിത് കുമാറിൻ്റെ ഇടക്കാല ആവശ്യം സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അഥവാ കാറ്റ് തള്ളിയതോടെ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലെന്നും പോലീസ് സേനക്ക് നാണക്കേടുണ്ടാക്കിയ താൻ ഇതിനി യോഗ്യനല്ലെന്നും അജിത് കുമാർ തന്നെ തിരിച്ചറിഞ്ഞു കാണും. കേരളം വാദിച്ചത് ഒറ്റ കാര്യമാണ്: പാവങ്ങളെ കൊല്ലാൻ നടക്കുന്ന ക്രിമിനലുകൾക്ക് വേണ്ടി കേസ് ഡയറി തന്നെ തിരുത്തിയ അജിത് കുമാർ ഇനി DGP ആകാൻ യോഗ്യനല്ല. കാരണം ഇരകൾക്ക് നീതി നിഷേധിക്കാൻ കേസട്ടിമറിച്ച ഉദ്യോഗസ്ഥനാണ് അജിത് കുമാർ എന്നതാണ് സർക്കാർ ആദ്യാന്തം വാദിച്ചത്. കേരളത്തിലെ പോലീസിനെ ക്രിമിനൽ വൽക്കരിച്ചത് ആരാണെന്ന് നമുക്ക് നന്നായി അറിയാം. അത് പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയും എം.ആർ. അജിത് കുമാർ ക്രമസമാധാന ചുമതലയുള്ള ADGPയും ആയിരിക്കുമ്പോഴാണ്. പോലീസുകാർ പീഡന വീരന്മാരും മർദ്ദന ഗുണ്ടകളുമാക്കി മാറ്റിയ ഈ ക്രിമിനലിനെ ഇനി വേണ്ട എന്ന് കേരളം പറഞ്ഞപ്പോൾ സർക്കാർ അതിൻ്റെ തെളിവും നിരത്തി സസ്പെൻഡ് ചെയ്തു. അതിനിപ്പോൾ നടപടിച്ചട്ടം ശരിയായില്ല എന്നാണ് അജിത് കുമാർ വാദം നടത്തുന്നത്. അതായത് സസ്പെൻഷൻ നടപടി ചട്ടം പാലിക്കാതെയാണെന്നും തൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥനാണ് ആ കേസ് അന്വേഷിച്ചത് എന്നുമുള്ളൊരു വിലാപമാണ് കേൾക്കുന്നത്. കീഴിലുള്ള ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞാൽ ഷൗക്കത്ത് അലിയെയാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹം ആയതുകൊണ്ട് മാത്രമാണ് ഇത്രയും ശക്തമായ തെളിവ് കണ്ടെത്താനും അതിനെ ഭദ്രമായി പൂട്ടിയിടാനും കഴിഞ്ഞത്. അതോടെ എല്ലാ കോടതികൾക്കും സർക്കാരിനും അജിത് കുമാർ ആരാണെന്ന് വളരെ വ്യക്തമായി. ഈ മാസം 31-ാം തീയതി അജിത് കുമാറിന് DGP ആയി സ്ഥാനക്കയറ്റം ലഭിക്കാനിരിക്കെയാണ് നടപടി ഉണ്ടായത് എന്ന് പറഞ്ഞ് വിലപിക്കുന്നവർ കുറ്റകൃത്യം ചെയ്യുമ്പോൾ ഓർക്കണമായിരുന്നു. ADGP ആയിരിക്കുമ്പോൾ തന്നെ ക്രമസമാധാനം അട്ടിമറിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇനി DGP ആയാൽ കേരളത്തെ കലാപഭൂമിയാക്കുമെന്നതിൽ സംശയമൊന്നുമില്ല. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ട്രൈബ്യൂണലും ഇപ്പോൾ തള്ളിക്കളഞ്ഞത്. ഇത് ചോദ്യം ചെയ്തുകൊണ്ട് സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ അജിത് കുമാർ സമീപിച്ചതാണ്. ഈ ഹർജിയാണ് ഇപ്പോൾ തള്ളിയത്. ഇന്ന് മന്ത്രിസഭാ യോഗം നടക്കാനിരിക്കെയാണ് അടിയന്തര ഹർജിയുമായി അജിത് കുമാർ ട്രൈബ്യൂണലിനെ സമീപിച്ചത് എന്നോർക്കണം. കാരണം ഇന്നത്തെ മന്ത്രിസഭാ യോഗം പുതിയ DGPയെ നിശ്ചയിക്കും. തന്നെക്കാൾ ജൂനിയറായ ഒരു ഉദ്യോഗസ്ഥൻ DGP ആയി പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അജിത് കുമാറിന് സഹിക്കാനാവുന്നതിലും അപ്പുറത്താണ്. അതിനാൽ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്നും സീനിയോറിറ്റി മറികടന്നുള്ള പ്രൊമോഷൻ തടയണമെന്നും അജിത് കുമാർ ഹർജിയിൽ ആവശ്യപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഒരു വീഴ്ചകളും ഇതിൽ സംഭവിക്കാതെ നോക്കണമെന്നുള്ളത് കൊണ്ട് ഹർജിയിൽ 3 മണിക്കൂറിലേറെയാണ് ട്രൈബ്യൂണൽ വാദം കേട്ടത്. തൻ്റെ സസ്പെൻഷൻ ഉത്തരവ് നിയമപരമല്ലെന്നും ഉത്തരവ് ഗവർണർക്ക് വേണ്ടി ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് പുറത്തിറക്കിയതാണ്, അല്ലാതെ നിയമപരമായി തൻ്റെ സസ്പെൻഷൻ ഉത്തരവ് GAD കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് ഇറക്കേണ്ടതെന്നും ADGP അജിത് കുമാർ വാദിച്ചു. അതിനാൽ സസ്പെൻഷൻ ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. എന്നാൽ അജിത് കുമാർ ഗുരുതരമായ കുറ്റം ചെയ്തയാളാണെന്ന് സർക്കാർ ട്രൈബ്യൂണലിൽ അറിയിച്ചുകൊണ്ടേയിരുന്നു. കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചയാളാണ്. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചതിലൂടെ ഇരകൾക്ക് നീതി നിഷേധിക്കുകയാണ് ചെയ്തത്. പ്രഥമ ദൃഷ്ട്യാ കുറ്റം ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും എല്ലാം സർക്കാർ വാദിച്ച് ജയിക്കുകയാണ് ഉണ്ടായത്. അതിനെല്ലാം ആധാരം ഷൗക്കത്ത് അലി IPSൻ്റെ റിപ്പോർട്ട് തന്നെയാണ്. അജിത് കുമാർ എന്ന പോലീസ് ഓഫീസർ അല്ല ക്രിമിനൽ. ഇനി കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരുമെന്ന് കേന്ദ്രത്തിൽ നിന്നും മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നു.